സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചിരി ഇരുചിരി ബിംബർച്ചിരി എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ നമ്മൾ പോവാണ്. അത് നമ്മളൊരു ചെറിയ വ്ളോഗ് ആക്കുവാണ്. വ്ളോഗിലോട്ട് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. Malabar boys from the south side, kicking down doors you cannot hide. Level out the scores when we outside. Hit them where it hurts, leave them cross-eyed. സോ ഹലോ ഗൈസ്, നമ്മൾ അടുത്ത വ്ളോഗായിട്ട് എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ബോബൂട്ടൻ, ബോബ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർപ്രൈസ് ആണ്. നമ്മൾ ഇത്ര നാൾ കളിച്ചതല്ല, കുറച്ച് വലിയ കളി കളിക്കാൻ പോവാണ്. അതെ അതെ, ഇച്ചിരി ബിഗ് സ്ക്രീൻ കളികളാണ് ഗൈസ്. നമ്മള് മഴൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബെമ്പർച്ചിരി എന്ന് പറഞ്ഞൊരു പരിപാടിയിലോട്ട് നമ്മളെ ടി വിയിലെ ഗ്യാങ്ങിനെ ഫുൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ ടി വിയിലെ കുറച്ച് പേര് അപ്പോൾ ഇന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ചുമ്മാ ചില്ലായിട്ട് നമുക്ക് അകത്ത് പോയി ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാലും നമ്മൾ പോകുന്നതും പയ്യന്മാരായിട്ടുള്ള ചെറിയ ചെറിയ പരിപാടീസും കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഗല്ലേ ബോബ്, ബോബിന്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? പുതിയ അപ്പോൾ ഗൈസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണൻ ചേട്ടൻ, അതായത് വൈപ്പർ ഇ സ്പോർട്സ് വരുന്നതായിരിക്കും. അപ്പോൾ കണ്ണൻ ചേട്ടനെ കൂട്ടിയിട്ട് നമുക്ക് നേരെ സ്ഥലത്ത് പോകണം. ഇപ്പൊ സമയം 11:29. നമുക്ക് അവിടെ ഒരു 12:30 എത്തണമെന്നാണ് പറഞ്ഞത്. അതെ, പക്ഷേ കണ്ണൻ ചേട്ടൻ നല്ല രീതിയിൽ ലേറ്റ് ആക്കിയതുകൊണ്ട് ഇപ്പൊ 11:30 സമയം. ഓൾ ക്രെഡിറ്റ് ടു വൈപ്പർ ഇ സ്പോർട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് അങ്ങോട്ട് പോവാം. ഇതാ എഗെയിൻ ഞാൻ പോവാണ് കേട്ടാ. ഇവിടെ അടങ്ങി ഒതുങ്ങി വീട് നശിപ്പിക്കാതിരുന്നോണം കേട്ടല്ലോ, കേട്ടാ? ഓക്കെ അല്ലേ? നമ്മൾ കണ്ണച്ചേട്ടനെ വിളിക്കാനാണ് പോണേ. അതായത് ആദ്യം പറയണത് കാല് വയ്യ ഫ്രണ്ട് ഇരിക്കണമെന്നായിരിക്കും. നോക്കിയോണേ, ലിഗമെന്റ് കംപ്ലൈന്റ് ആണ്. ഫ്രണ്ട് ഇരിക്കണമെന്നായിരിക്കും കണ്ണച്ചേട്ടൻ്റെ ആദ്യത്തെ ആഗ്രഹം. ഏതാണ് ഇപ്പൊ നോക്കിയോ, ചിലപ്പോ നമ്മളും സർപ്രൈസ് വേണ്ടെന്നൊക്കെ പറയും. നന്മമരം കളിക്കും. കണ്ണച്ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർപ്രൈസിങ് ആയിരിക്കും. അത് വലുതെന്തോ നമുക്ക് വരാനുണ്ട്, അതുകൊണ്ടായിരിക്കും കണ്ണച്ചേട്ടൻ ബാക്കി ഇരിക്കാന്ന് പറയണത്. ആള് അളകാപുരിയിൽ ചായ ഇല്ല എന്ന് പറഞ്ഞ് ചായക്കടക്കാരനെ പിടിച്ച് ഇടിച്ചോണ്ടിരിക്കുന്നതാ പറഞ്ഞ. ഷവായി ഫ്രണ്ട് സീറ്റ് അതല്ലേ കൊള്ളാം. ഷൂ ഒക്കെ കൊള്ളാം. കെയർ ഇവിടെ ബ്ലോക്കുള്ള സ്ഥലമാണ്. എന്റെ ഫോണ് S24 Ultra അല്ലേ? ജഡ്ജി കോഡ് ഇത് കട്ടികളല്ലേ കേട്ടാ. ഒമ്മന്റെ ഷൂ ഒമ്മൻ മെയിൻ ആയതുകൊണ്ട് റയോട്ട് അപ്പൊ തന്നെ വിളിച്ചിട്ട് വീഡിയോ കണ്ടില്ല. എന്നിട്ട് വീഡിയോ കണ്ടില്ല. അല്ലെ എല്ലാത്തിനും വീഡിയോ റൈഡറിൽ കാശ് തറല്ലോ അവർക്ക്. എന്തൊരു പരിപാടി ഈ ഡ്രൈവർ എങ്ങനെ കാര്യം കേട്ടാ. അന്ന് റിമീട്ടോവിന്റെ ടീമിനെ തോപ്പിച്ച് ഞാനായിരുന്നു. അത് കിടപ്പുണ്ട്. എല്ലാ കണ്ണച്ചേട്ടയിലാണ്. കണ്ണച്ചേട്ടനായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡീൽ ചെയ്യുന്നത്. അവിടുത്തെ മെയിൻ സ്റ്റേജ് ഫിയർ ഇല്ലാത്ത കണ്ണച്ചേട്ടൻ മാത്രമാണ്. മനസ്സിലായില്ലേ? അമ്മച്ചാണ് ഞാൻ വാറക്കൂല യവന്മാര് താറുന്നത് എനിക്ക് വയ്യ. എല്ലാ പ്രാവശ്യം ഞാൻ വാങ്ങുന്ന അവസരം യവന്മാരുടെ കണ്ണച്ചേട്ടൻ മറ്റേ അണ്ണ കളിച്ചെന്ന് പറയും. എനിക്ക് അണ്ണ കളിക്കണ്ട, നീ കളിച്ചാ. പേര് പറയുന്നത് അറിയില്ലായിരിക്കും. അല്ല ഇവന്റെ പേര് അറിയപ്പെടുന്നത് ശ്യാം സിംഗ്. അപ്പോഴേ എല്ലാരും ചിരിക്കും. ഞാൻ സിംഗ് കരുതി പറയാം. അപ്പൊ എന്നാ ഇവന്റെ അച്ഛൻ സിംഗ് ആണെന്ന് പറയും. ഞാനവിടെ ഫ്ലെക്സ് അടിച്ചു എന്റെ പേരില്. ഒരു ചിരി ഇരുചിരി മെമ്പർ ചിരിയിൽ ഗസ്റ്റ് ആയിട്ട് വന്ന ശ്യാം സിംഗിന് അഭിമാനികൾ എന്ന് നെയ്യാറ്റിയുടെ സ്വന്തം സിംഗ് ഫാമിലി എന്ന് പറഞ്ഞ ഫ്ലെക്സ് കടിച്ചു. ഡ്രീമർ ഒരു മൊണ്ടി ഓടിപ്പോയ വണ്ടി ഓടിക്കാത്ത തെണ്ടിയാണ് അവൻ. ചേട്ടൻ പണ്ട് മറ്റേ വണ്ടി വീരി അടിച്ച് ഏതോ ഒരു മാമൻ അടിച്ചു കൊന്ന കേസ് ഓർമ്മ പണ്ട്. അത് പറഞ്ഞു ഒതുക്കി തീർത്തയാണ്. അത് ഒതുക്കി തീർത്തില്ലേ? ഒതുക്കി തീർത്തല്ലോ. അയ്യേ പൂച്ചി. ചേട്ടാ ഇന്ന് അപ്പൊ എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ മഴൽ മനോരമയുടെ പരിപാടി.
അല്ല നമ്മള് എന്താ നമ്മള് നമ്മളെ ടിവിയിലെ നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് കുറച്ച് പേര് അവിടെ നിന്ന് ഗ്യാങ് എന്ന് പറഞ്ഞാൽ നാളെ പോലീസുകാർ വീട്ടുകാരുടെ പൊന്നപ്പി അറിയാതെ ഗ്യാങ് എന്ന് പറഞ്ഞത് അവിടെ പോയിട്ട് നമ്മള് ഗെയിം കളിക്കുന്ന കുറച്ച് പിള്ളേരാണ്. സത്യം അവിടെ പോയിട്ട് ഗെയിലത് എന്താ ചെയ്യുന്നത്? ഞങ്ങളൊരു ഗ്യാങ് ആണ്. ഞങ്ങൾ ആൾക്കാരൊക്കെ വെടിവെച്ച് വില്ലംബ്രോ മസിലൊക്കെ തനിക്ക് വരുന്നുണ്ട്. വില്ലംബ്രോ നമ്മുടെ കൂട്ടത്തിൽ ഒരു ജിമ്മനുണ്ട്. ആർക്കും അറിയണല്ലോ. 2 ജിമ്മൻ നല്ല ബ്ലോക്കാണ് നമ്മള് മിക്ക രക്തത്തിൽ. ബാബു ഉറക്കഴിക്കട്ടെ. അവരൊക്കെ എവിടെയാണ് ഇപ്പം? അത് ഞാൻ പറയാൻ പറഞ്ഞത്. ബാബു ഉറക്കഴിച്ചിട്ടില്ല. റിബല് ഉറക്കഴിച്ച് ബാബു കഴിച്ചിട്ടില്ല. ബാബു വീട്ടില് അവർക്ക് 10 കിലോണ്ടെന്ന് പറഞ്ഞു. നമ്മളെത്തിയാലും അവരെത്തൂല. നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ സമയം ആവാത്തോണ്ട് നമ്മളൊരു ചായ ഒക്കെ കുടിച്ച്. ചേട്ടാ പൊരിഞ്ഞ വെയിലാണ് ഇവിടെ നിന്ന്, എനിക്ക് കളിക്കാൻ പറ്റൂല, മുഖത്ത് ടാൻ അടിക്കും. ഈഗിൾ വന്നിട്ടുണ്ട്. ഓ ഗൈസ്, ഈഗിൾ വന്നിട്ടുണ്ട്. ഓ മരതകത്തിലാണ് ആളുടെ വരവ്. ഉള്ളല്ലേ? ഓ സീനല്ലേ. ഹായ് ബ്രോ. പൈസ ഉള്ളവർക്ക് എന്തോ ആവാന്നാണ് വെറുതെ അല്ലേ? ഇത് മറ്റേ ഇതിനകത്തല്ലേ? ഇത് ലോഗൻ ബോൾ. ചേട്ടാ കെവിൻസാ, കെവിൻസ് പ്രൊഡക്ഷൻ. ഹലോ. വേണ്ട ഭയമാർക്ക് അറിയാം കേട്ടോ, അറിയാം പിള്ളേർക്ക് അറിയാം. വെയിലടിക്കുമെന്ന് പറഞ്ഞ ആള് പ്രൊട്ടക്ഷൻ ആണ്. ഗൈസ് നമ്മള് റമീസില് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. എല്ലാരും കൂടി ഫുഡ് കഴിച്ചിട്ടാണ് നേരെ നമ്മള് പരിപാടിക്ക് കയറണേ. വ്ളോഗറാണ് ഇതായി നിൽക്കുന്നത് നമ്മുടെ വില്ലംബ്രോ. ഇത് S24. ബ്രോന്റെ ഏതാ? ഓ നമ്മളത്ര റിച്ച് അല്ല. എടാ നിന്നെ ഒരു മിനി പോക്കറ്റ് എനിക്ക് തരുമോ? തരത്തില്ല. പ്ലീസ് ബ്ലോഗ് കാണിക്കാൻ താല്പര്യമില്ല. കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ റബലും ബാബു നമ്മുടെ പയ്യന്മാരൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും വലിയ പന്തിക്ക് ഇരിക്കണം. എല്ലാവരും വലിയ പന്തിക്ക്. വയമരത്തിലുണ്ട് ഒരു കാലില്ലാത്തൊരു പയ്യുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്, പയ്യന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ബാലൻ, ഐക്യു ബാലൻ. ബാബു അളിയാ ബോബോയ് കൈയൊടിഞ്ഞ കാലൊടിഞ്ഞാ ബോബോയ് കാലൊടിഞ്ഞ നിന്റെ പെട്ടെന്ന് ഗെയിൻ ചെയ്യൂലല്ലോ. ബാക്കി ബോഡി പെട്ടെന്ന് ഗെയിൻ ആവൂലല്ലോ. ഗെയിന് പയ്യലാവും. അല്ലേ നിന്റെ കാരണം എന്താ പറഞ്ഞിട്ട് ബില്ല് കൊടുക്കുന്ന ചടങ്ങിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ അളി ആര് ബില്ല് കൊടുത്തേ? അളി ബില്ല് കൊടുത്തേ കണ്ണ ചേട്ടനാ കണ്ണാപ്പിയാണ് ബില്ല് കൊടുത്തത്. അറിയാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നേരെ നമ്മൾ മനോരമയുടെ മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോയിലോട്ട് നമ്മൾ അടുത്ത് പോണേ. ഓക്കെ രാവിലെ ഇറങ്ങിയാലും ഇതുവരെ എത്തിയില്ല സ്റ്റുഡിയോ. 2 മണിയായി. അങ്ങനെ മനോരമയുടെ ഓഫീസ് എത്തി. വണ്ടി ഇവിടെ ഉണ്ടോ? ഇവിടെ വണ്ടി വയ്ക്കട്ടാ. എത്ര മണിക്കൂറായിരിക്കും പരിപാടി? പരിപാടി 2 മണിക്കൂറുണ്ടോ എങ്കിലും നമ്മളതൊരു 3/4 മണിക്കൂറിൽ തീർത്ത്. നമ്മള് സ്പീഡിന്റെ ആൾക്കാരാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഇത് മിനിമം 5 മണിക്കൂറെങ്കിലും അപ്പം എടുക്കും. അതെ. ചന്ദ്രന്റെ ഒരു പൊറാട്ട നാടകമുണ്ട് ഗൈസ്. ഇവന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട് ബാബുവിന്റെ. ചന്ദ്രൻ പറയുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് പറയും. ഇത് ഇത്രയും വലിയൊരു
സംഭവമായിരുന്നല്ലേ? അല്ല ബ്രോ, ലൈക്ക് ഈ സൈഡ് പറ്റില്ലല്ലോ ബ്രോ. ബ്രോ അതെ ഈ സൈഡ് പറ്റില്ല. ഞാൻ അപ്പോഴാ പറഞ്ഞല്ലേ ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യണം ക്യാമറയിൽ ഭയങ്കരമായിട്ട്. ഇത് അല്ലല്ല കുഴപ്പമില്ല, ഇവനെ മാറ്റിയ 10 വരെ ഇപ്പോഴത്തെ വ്ളോഗിങ്ങിനെ കുറിച്ച് 2 വാക്ക്. ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന വ്ളോഗർ അളിയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ സ്ട്രീമിൽ തന്നെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു വ്ളോഗും കൂടെ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര അളിയ. ഞാൻ നിന്റെ ചാനലിന്റെ പേരെന്ത്? മല്ലൂസി വ്ളോഗ്സ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിന്റെ തല കാണുമ്പോൾ എപ്പോഴും ഡോണ്ട് റെക്കമെൻഡ് എന്ന് കൊടുക്കും. അത് ഞാൻ അതുകൊണ്ട് നിന്റെ അങ്ങനെ വ്ളോഗ്സ് ഒന്നും അധികം കണ്ടിട്ടില്ല. കാണാൻ കണ്ടു ഈ ഭാഗം ഞാൻ കട്ട് കളയും ഗൈസ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. സോ ഇനി അങ്ങോട്ട് നമ്മളെ ക്യാമറ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇറങ്ങിയിട്ട് കാണാം. ബൈ. മേക്കപ്പ് ഐബ്രോ ചന്ദ്ര. മുട്ട മേക്കപ്പിലാണ് ചന്ദ്രനെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. ചന്ദ്രൻ സത്യം പറഞ്ഞ മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല, എങ്കിലും ഇരിക്കട്ടെ. ചന്ദ്രൻ എന്ത് ലിഫ്റ്റ് കിട്ടുമോ? ചന്ദ്ര ലിപ് ബാം കിട്ടും. എല്ലാവരും കയറാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇരിക്കുവാണ്. ബാബുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. മേക്കപ്പ് ഒന്നും ചെയ്തില്ല, ഞാൻ മാത്രമേ മേക്കപ്പ് ചെയ്ത്. നീ ഒന്ന് കാണിച്ചാ, ഒന്ന് കാണിച്ചാ മേക്കപ്പ് ചെയ്തിട്ടില്ല. ഈകള് ചെയ്തിട്ടുണ്ട്, വില്ലംബ്രോ ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ബ്ലഷാ. അതിന്റെ മുടിയൊക്കെ ഉണ്ടോ? അളിയ ഒരു കുഴപ്പമില്ല, കൊള്ളാടാ. ഗൈസ് റിബൽ നൈസായിട്ട് ഉറങ്ങി കേട്ടാ, സുഖമായിട്ട് ഉറങ്ങി ആള്. സ്വപ്നം എന്താ കണ്ടിട്ട് ഉറക്കം കേട്ടാ, ഉറക്കം പറഞ്ഞ. കുറച്ച് നേരം നമ്മൾ പോസ്റ്റാണ് ഇത്ര. അപ്പോൾ ഒരു ദിവസം എത്ര പ്രോട്ടീൻ ബാർ കഴിക്കുന്നില്ല ബ്രോ? ഞാൻ പ്രോട്ടീൻ ബാറൊന്നും കഴിക്കുന്നില്ല. ഞാനിപ്പം പുറത്ത് വന്നാൽ ഇതിലേക്ക് കിട്ടാത്തതുകൊണ്ടാണ് മേടിച്ച് വെച്ചേക്കുന്നത്. ഇല്ലംബ്രോ ഇത് കൊണ്ടു നടക്കോ? ഞാൻ കൊണ്ടുനടക്കാം. വിശന്നിരിക്കുക ഒരിക്കലും വിശന്നിരിക്കാത്ത ഒരാളാണ് നമ്മുടെ ഇല്ലംബ്രോ. ഫിൽറ്റർ എന്നല്ല, ഇത് ഫിൽറ്ററാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കില്ല. നോക്കി സാംസങ് ഗാലക്സി S24 അൾട്രയുടെ ഫിൽറ്റർ. അത് മറ്റേ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോകണം. ഓക്കെ പരിപാടി കഴിഞ്ഞു. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പിള്ളേര് വന്നതിന്റെ ഗോൾഡൻ ബസറൊക്കെ അടിച്ച് ഭയങ്കര ഐശ്വര്യം. എന്തായാലും വന്നതില് ഭയങ്കര പ്രൗഡ് മൊമെന്റും കൂടെ ആയിരുന്നു എനിക്ക്. ഗോൾഡൻ ബസർ റെയർ ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഇഷ്ടപ്പെട്ടാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിചാരിച്ചിട്ട് ശരിക്കും ചിരിക്കാനുള്ള കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ചിരിച്ചത്. അത് മാത്രമല്ല ഒറ്റ ടേക്കാണ്. ആ കട്ടിലൊക്കെ വീണപ്പോ ഞാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു പിള്ളേരൊക്കെ വന്ന് പുള്ളി മറിഞ്ഞു വീണെന്ന് ഞാൻ പേടിച്ചു പോയി. സ്ഥിരമുള്ള പരിപാടി ഇടക്കിടക്ക് അവർ ഇതുപോലെ വീഴ്ചയുണ്ടായിരുന്നു. അവിടെ അങ്ങോട്ട് മേളിലോട്ടുള്ള ഗ്രാഫ് കിടിലോ പക്കമുള്ള കാര്യം തന്നെ പറയുന്നത്. നമുക്ക് കാണുമ്പോ റിയൽ ഇത് നേരിട്ട് കണ്ടപ്പോ ഇത് കാണുമ്പോ ഇത് വേറെ പോലെ തോന്നുന്നു. എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും കാരണം ഈ നേരിട്ട് കാണണമെന്ന് നമ്മൾ TV കാണുമ്പോ എന്തോ പോലെ ഇത്രയില്ലല്ലോ, ഇതിനൊക്കെ ചിരിക്കാൻ ഉണ്ടായിരുന്നല്ലോ നമുക്ക് തോന്നുന്നു. കാരണം നേരിട്ട് നമ്മൾ ആ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫീൽ ചെയ്യും. ആ സൗണ്ട് എഫക്റ്റ് എല്ലാം കുറച്ചുകൂടി വരുമല്ലേ. പിന്നെ നമ്മള് എഡിറ്റഡ് അല്ല, നമുക്ക് അറിയാലോ. കാരണം ടൈമിങ്ങിന് അപ്പൊ ഇങ്ങനൊരു സ്റ്റേജ് തന്നതിനും എല്ലാത്തിനും ഭയങ്കര സന്തോഷം. നിങ്ങൾ ഹാപ്പി അല്ലേ? നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളിയായിരുന്നു. വന്നപ്പോണ്ടല്ലോ എനിക്ക് എന്തെന്നില്ലാതെ സന്തോഷമാണ്. കാരണം വായി കളിക്കാൻ പറഞ്ഞിട്ട് കാലം കുറേ ആയി. ഇപ്പോഴാണ് ആൾക്കാർക്ക് ഒന്ന് കേട്ടു തുടങ്ങണം. നന്നായി, ഭയങ്കര സന്തോഷം. അപ്പൊ അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇപ്പോൾ ഉള്ള പരിപാടിയൊക്കെയാണ്. നമുക്ക് ട്രോഫിയൊക്കെ കിട്ടി. സർക്കളെ ട്രോഫി കാണിച്ചേ. ഒരു ചിരി ഇരുചിരിയുടെ ഒരു ട്രോഫിയൊക്കെ ഇട്ട് ബമ്പർ ചിരി. നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണം. ഹോപ്പ് യു ഗൈസ് എൻജോയ് ചെയ്ത ചെറിയൊരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്, ടാറ്റാ.